നമസ്കാരം. ഈ വീഡിയോ ഒരാള് പോലും കാണാതെ പോകരുത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ ഇഷ്ടപ്പെടുന്നവർ, കുംഭമേള ഇഷ്ടപ്പെടുന്നവർ, ഹിന്ദു വിശ്വാസങ്ങളെയും സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളും ഈ വീഡിയോ തീർത്ത് കാണാതെ പോകരുത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടതിൽ BJP കേന്ദ്ര സർക്കാരിനെ, മോദിയെ, RSSകാരെ, കുംഭമേളയൊക്കെ അപമാനിച്ചുകൊണ്ടൊരു വീഡിയോ കണ്ടപ്പോൾ തിരിച്ചൊരു മറുപടി കൊടുത്തു. ആ മറുപടിക്ക് മറ്റൊരു മറുപടി വന്നിട്ടുണ്ട്. ആ മറുപടി നമ്മുടെ സംസ്കാരങ്ങളെയൊക്കെ ഒരുമാതിരി പുച്ഛിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കമ്മിണി ആയ ശരണ്യ PS എന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് നിങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത്. അവൾ പറയുന്ന എല്ലാ വീഡിയോയും കാണിക്കാൻ കഴിയില്ല, കാരണം സമയം ഒരുപാട് പോകും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇതൊരു പുതിയ സംഖ്യയാണ്. അനന്തപുരം വ്ലോഗ് എന്നുള്ള പേരിൽ ഒരു പുത്തൻ മഹാപൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ശരണ്യ PS എന്ന് പറയുന്ന ഒരു പുതിയൊരാൾ എത്തിയിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് വ്ലോഗ് ചെയ്യുന്നുണ്ട്. സംഖ്യകൾ എടുത്തിട്ട് അമർത്തി ഒരു എന്താ പറയുക ഒട്ടിക്കലാണ്, തേച്ചൊട്ടിക്കലാണ്. അപ്പൊ ആ തേച്ചൊട്ടിക്കലിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മഹാനുഭാവൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ എന്താണ് ഈ ചങ്ങായി പറയണേ, അല്ലെങ്കിൽ എന്തിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു പിടുത്തം കിട്ടാത്ത രീതിയിലുള്ള സംസാരങ്ങളല്ല. ശരണ്യ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം പറഞ്ഞേക്കാം. നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് നമ്മുടെ എന്താണ് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആഘോഷ പരിപാടിയിൽ ഉത്തരേന്ത്യയിൽ UP കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തത് അവരുടെ തന്നെ നോട്ട് ബുക്കും അവരുടെ തന്നെ പാഠപുസ്തകങ്ങളും കീറിയിട്ടാണ്. ഒരു പാത്രം പോലും അവന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലേ? അതായത് കേരളം ഇപ്പം നന്നാക്കി തരാം, കേരളം ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറയുന്ന കേരളത്തില് കുട്ടികളൊക്കെ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന അസല് ബിരിയാണിയും, കോഴി ബിരിയാണിയും, വെജ് ബിരിയാണിയും, നല്ല സാമ്പാറും ചോറൊക്കെയാണ്. ഇങ്ങനെ അതിഗംഭീരമായിട്ട് ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് പേപ്പറിൽ, അക്ഷരത്തിൽ പേപ്പറിൽ. ഇത് ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ AI ഉണ്ടാക്കിയ വാർത്തയൊന്നുമല്ല. അത് ഒരുപാട് വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു. അതായത് ആ ഫോട്ടോ ഞാൻ ഇതിന്റെ സൈഡിൽ വെക്കാം, അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്തതിന്റെ സൈഡിൽ വെക്കാം. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർത്തമാനത്തിന് ഇതിന് താഴെ ആ ശരണ്യ തന്നെ പോയിട്ട് കൃത്യമായിട്ടൊക്കെ ഉത്തരമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാമൻ കൊള്ളാം, കണ്ടില്ലേ? മാമൻ കൊള്ളാം. ചാണകം തലയിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഹിന്ദു തന്നെ, ബട്ട് നോട്ട് ചാണകം. പിന്നെ നിങ്ങൾ പറഞ്ഞ ഫേക്ക് വീഡിയോ ഒറിജിനലാണ്. ഞാൻ താഴെ കാണിച്ച ഡസ്റ്റ്ബിൻ വീഡിയോ ഒറിജിനൽ. ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മാമ കൊള്ളാം. പിന്നെ ഹിന്ദുക്കൾ എല്ലാവരും അങ്ങനെ പറയണ്ട. നിങ്ങൾ സ്വന്തക്കാർ നോക്ക്. വിശ്വാസ ആചാരങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ കാലം മാറിയത് അറിയാതെ ഓരോന്ന് കാട്ടിക്കൂട്ടി അതിനപ്പുറത്തൊക്കെ ആചാരം എന്ന് പറയാൻ തടി തപ്പുന്നു, കഷ്ടമാണ്. ശരിയാണ്, കൃത്യമായിട്ട് ശരണ്യ ഉത്തരം കൊടുക്കുന്നുണ്ട്. ഈ മാമന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, മാമന്റെ വിചാരം മാമൻ പറയുന്ന പോലെയാണ് എല്ലാ ഹിന്ദുക്കളും. ഹിന്ദുക്കളെല്ലാവരും ശരണ്യക്ക് ഉത്തരം കൊടുക്കണം എന്നുള്ളതാണ്. ശരണ്യൊരു ഹിന്ദുവാണ്, ഈ വർത്തമാനം പറഞ്ഞുകൊടുക്കുന്ന ഞാനൊരു ഹിന്ദുവാണ്, വർത്തമാനം പറഞ്ഞുകൊടുക്കുന്ന ഈ മാമൻ ഹിന്ദുവാണ്. വ്യത്യാസമുണ്ട്. ഈ മാമൻ ചാണകസംഖ്യ ഹിന്ദുവാണ്, നമ്മളതല്ല, ശരണ്യ അതല്ല. അതിൻ്റെ പ്രത്യേകത ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ തിരിച്ചറിയാവുന്നൊരു അത്യാവശ്യ ധാരണയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ചേട്ടൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഇരുന്നൊരു കൊണകൊണ വർത്തമാനം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ ഒന്ന് പോകുന്നേ, അവിടുത്തെ സ്കൂളുകളൊക്കെ കാണുക, അവിടുത്തെ ജീവിത നിലവാരം കാണാം, അവിടുത്തെ ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ കാണാം. ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റാത്ത അകത്തി നിർത്തപ്പെട്ട ഹിന്ദുക്കളൊന്ന് കാണാം. ഇപ്പോഴും നേരം പോലെ ഭക്ഷണം കിട്ടാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളൊന്ന് പോയി കാണാം. ഇപ്പോഴും കക്കൂസ് ഇല്ലാത്ത ആളുകളൊന്ന് കാണാം. PM മോഡിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചു കൊടുത്ത വീട് എന്ന് പറയുന്ന ഇഷ്ടിക കെട്ടിയ ചെറിയ കൂടാരങ്ങളൊക്കെ ഒന്ന് പോയി കാണും. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കൂ. അല്ലാതെ നിങ്ങൾക്ക് ഇത് ബോധ്യമാവില്ല. വെറുതെ അവിടെയൊക്കെ പോയിട്ട് ആ നഗരങ്ങൾ മാത്രം കണ്ടിട്ട് വികസനം എന്ന് പറഞ്ഞ് നടക്കരുത്. അതിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ അവസ്ഥക്ക് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അതാണ് ശരണ്യ പറഞ്ഞിട്ടുള്ളതും. പക്ഷേ ഈ ആയച്ചിന് ഈ മാമന് ഇതൊന്നും മനസ്സിലാക്കില്ല. അതിനുശേഷം അവർ പറയുന്ന ഓരോ വീഡിയോയുടെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട്. അത് കേൾപ്പിച്ചിട്ട് അതിന് മറുപടി ഞാൻ വ്യക്തമായി മറുപടിയാണ്. ഞാൻ ഈ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന സംഖ്യ ചേട്ടന് ഭയങ്കര വിഷമം. ഞാൻ ഈ പറയും പോലെ ഞാനൊരു സംഖ്യയാണ്. അത് എവിടെയും ചെന്ന്, ഇന്ത്യയിലെ ഏത് കോണിലും ചെന്ന് പറയാം ആത്മാഭിമാനത്തോടെ.
ഇന്ത്യക്ക് പുറത്ത് ഏത് രാജ്യത്തും ചെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റും ആത്മാഭിമാനത്തോടെ ഞാനൊരു ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഞാനൊരു സംഖ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റാത്തതാണ്. കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെപ്പോലുള്ള സംഖ്യകൾ പോയിട്ട് ഇമാതിരി വിശ്വാസഭ്രാന്തുകൾ അവിടുത്തെ നദിയിലും മറ്റൊക്കെ കാട്ടിക്കൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മാത്രമാണ് നദി പുണ്യ നദിയൊക്കെ ഉള്ളത്. മറ്റുള്ള ജനങ്ങൾക്ക്, മറ്റു മതസ്ഥർക്ക് അത് കുടിവെള്ളമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു ജലമാണ്. വിദേശ രാജ്യത്തും അവർക്ക് ഈ നദി എന്ന് പറയുന്ന പുണ്യമൊന്നുമല്ല, അവർക്ക് കുടിവെള്ളമാണ്. ആ കുടിവെള്ളത്തിൽ പോയിട്ട് ഇമാതിരി പരിപാടികളും പൂവിടലും ഹവിസിടലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, പാലൊഴിക്കലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നാട്ടുകാരിട്ട് പിടയ്ക്കും. ആ പെട ഇപ്പോൾ അവിടുത്തെ വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് നല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വലിയ അഭിമാനത്തോടെ സംഖ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ഊഹിക്കാവുന്നേ ഉള്ളൂ എന്നർത്ഥം. പക്ഷെ കമ്മിണി, നിനക്ക് പോയി പറഞ്ഞാൽ കാറി തുപ്പി നീ പറഞ്ഞില്ലേ ആൾക്കാരെ മൂത്രം എടുത്തൊഴിച്ച് നിന്നെ ഓട്ടിക്കും. ഇതാണ് ആള്. തുടങ്ങാം നമുക്ക്. അതുപോലെ ചാണകവും മൂത്രവും തിന്നും കുടിച്ചും ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് ഇന്ത്യയും താനും പിന്നെ എന്താണ് ഇത്രയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP-യിൽ. അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഞാൻ താഴെ തന്നിരിക്കുന്ന വീഡിയോസ്. ഞാൻ മുമ്പ് ഇവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, പൊട്ടക്കിണറ്റിലെ തവളകളല്ല. അയ്യോ, കേട്ടല്ലോ. ആദ്യം തന്നെ കേരളത്തിന്റെ കമ്പനികളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി നോക്കൂ. കേരളത്തിന്റെ കമ്മിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് പിന്നെ ചെങ്ങായി കാണിക്കുന്നത് റഹീം ഈ അടുത്ത കാലത്ത് കർണാടകയിൽ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് ബുദ്ധിമുട്ടിയതാ. അതും ഇംഗ്ലീഷ് സംസാരിച്ച് ബുദ്ധിമുട്ടിയ കുറച്ചു ഭാഗം മാത്രമാണ്, പക്ഷെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു എന്നുള്ളതാണ്. കേൾക്കാം. ഇതാണ് കമ്മികളുടെ ലോകത്തെ വിദ്യാഭ്യാസം. കണ്ടല്ലോ ശരണ്യ, തനിക്കെത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിൽ വേറൊന്ന് പറയുന്നുണ്ട്, ചാണകവും ഗോമൂത്രവും ഒന്നും കൂടി ജീവിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല, പൊട്ടക്കിണറ്റിലെ തവളയൊന്നുമല്ല നമ്മൾ. ഉണ്ട്, ശരണ്യ പറഞ്ഞതാണ്, പൊട്ടക്കിണറ്റിലെ തവളയൊന്നുമല്ല എന്ന് ശരണ്യ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ റഹീമിന്റെ ആ ഒരു ഇംഗ്ലീഷിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഏതൊരു ഭാഷയായാലും ഭാഷ എന്ന് പറയുന്നത് നമ്മളുടെ ആശയം മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അതിലാംഗ്യവും നമ്മുടെ സംസാരവും രണ്ടും കൂട്ടിക്കലർത്തി നമ്മൾ സംഗതി പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. ഇവിടെ റഹീം അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് അവിടെ എത്തിയോട് കൂടി തന്നെ സംഗതി എല്ലാവർക്കും വ്യക്തമായി എന്നുള്ളതാണ്. അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് ഒട്ടുമേ മനസ്സിലാവില്ല. ഇപ്പൊ ശരണ്യെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാം. നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, നീയും വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ എങ്ങനെയുണ്ട്? നമ്മുടെ ശരണ്യ എന്തിനാണ് എതിർത്തത്? അല്ലെങ്കിൽ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി എന്തിനെയാണ് തൻ്റെ വീഡിയോയിൽ തമ്മിൽ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഡി ഗവൺമെന്റ് അല്ലെങ്കിൽ BJP ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് ഒരു ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ഒരു സ്നാക്സ് കഴിക്കാനുള്ള ഒരു സ്റ്റീലിന്റെ പാത്രം പോലും ഇല്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കൂ സംഘികളെ എന്നാണ് പറയുന്നത്, അല്ലേ? അത് കൃത്യമായിട്ടുള്ള വിമർശനമാണ്. ആ വിമർശനത്തിന് മറുപടിയായിട്ട് ഈ സംഘിച്ചേട്ടൻ, ഈ മാമൻ പറയുന്നത് എന്തുവാണ്? മാമൻ പറയുന്നത് എന്താണ്, തീട്ടം എന്നൊക്കെ പറയുന്നത്. തീട്ടം തിന്നുന്നു ആര്? ശരണ്യയുടെ അച്ഛനും അമ്മ എന്നൊക്കെ. നോക്കൂ, ആ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു തരത്തിൽ പോലും ഈ വ്യക്തിയെ വിമർശിച്ചിട്ടില്ല. ഈ വ്യക്തിയുടെ ആശയങ്ങളെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. ആ വിമർശനത്തിൽ ഒരു തരത്തിലുള്ള അസഭ്യ വാക്കുകൾ ഉണ്ടായിട്ടില്ല. ഇയാളുടെ രക്ഷിതാവിനെയോ ഇയാളുടെ ഒപ്പമുള്ള കുടുംബക്കാരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇയാളോ അക്ഷരാർത്ഥത്തിൽ ശരണ്യയുടെ അച്ഛനെയും അമ്മയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു സാധാരണ സംഖ്യയും ഒരു നല്ല മനുഷ്യനും തമ്മിലൊരു ബന്ധം. വ്യത്യാസം. ഈ പറയുന്ന സംഖ്യകൾ ചാണകവെള്ളവും മൂത്രവും കുടിച്ചിട്ടുമുണ്ട്. അപ്പൊ നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ നീയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന അമേദ്യത്തിനെ കാട്ടി നല്ലതായിരിക്കും ഈ പറയുന്ന ഗോമൂത്രവും ചാണകവും. നിന്റെ അച്ഛൻ, അവന്റെ അച്ഛൻ പണ്ട് ജീവിച്ചിരുന്നത് കോടീശ്വരനായിട്ടായിരിക്കില്ല, ഈ ചാണകം മൊഴിയ തറയിലായിരിക്കാം അല്ലേ കിടന്നിട്ടുള്ളത്. അന്ന് ചിലപ്പോൾ നീയും ഈ കുട്ടിക്കാലത്ത് പോയി യഥാർത്ഥത്തിൽ ചാണകവെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടാവണം. ശരിക്കും നീയൊക്കെ പോകുന്ന വഴിക്ക് ചാണകവെള്ളം തളിക്കുകയാണ് ചെയ്യേണ്ടത്. ഇമാതിരി തലയില് മൂളയില്ലാതെ മണ്ടത്തനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം നിനക്കൊക്കെ. ഇതാണ് വേണ്ടത്. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ചേട്ടാ താങ്കളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന് കൃത്യമായിട്ടൊന്ന് വ്യക്തമാക്കൂ, ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ചാണകവെള്ളത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയൂ, അല്ലെങ്കിൽ തീട്ടത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയൂ, അല്ലെങ്കിൽ ശരണ്യെ കുറ്റം പറയൂ. ശരണ്യം മുന്നോട്ട് വെച്ച ആ കാര്യങ്ങളൊക്കെ തെറ്റാണോ ശരിയാണെന്നെങ്കിലും പറയൂ.
ശരണ പറയുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിലത്തെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം പോലുമില്ല. അതിനൊരു ഉത്തരം പറയൂ. മനസ്സിലായില്ലേ? പിന്നെ പൊട്ടക്കിണറ്റിലെ തവള, ആ തവളയ്ക്ക് പോലും മാന്യത ഉണ്ടാവും. നിന്റെയൊക്കെ പേര് പറഞ്ഞ ആ തവളക്കിട്ടാൽ തവള പോയി സ്വയം ആത്മഹത്യ ചെയ്യും. കാരണം കമ്മി എന്നൊരു പേര് കേട്ടാൽ തവളയ്ക്ക് പോലും പുച്ഛം തോന്നും. പിന്നെ നിന്റെയൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുറ്റത്ത് തൂറിയാൽ നേരം വെളുക്കില്ല എന്ന് പറഞ്ഞ് ഇരട്ടത്ത് പോയി തൂറുന്ന വ്യക്തികളാണ് താനൊക്കെ. തന്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടില്ലേ? ഇതുപോലെ ഒരുപാട് പേരുണ്ട് തന്റെ ഭരണകക്ഷികൾ അവിടെ ഇരുന്ന് ഉലമ്പുന്നത് കേൾക്കുന്നില്ലേ? വിദ്യാഭ്യാസ യോഗ്യത നിന്റെയൊക്കെ മറ്റേ ഭയങ്കര ബുദ്ധിയാണ് ഈ കമ്പനിക്ക്. പിന്നെ നീ പറഞ്ഞു ലോകം ചുറ്റാൻ നിങ്ങളുടെ പഴിച്ചു വിട്ടതുപോലെ എനിക്ക് എല്ലാ ലോകം ചുറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോവേണ്ട സ്ഥലത്ത് പോകുന്നുണ്ട്, അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നുണ്ട്. അല്ലാതെ നിങ്ങളെപ്പോലെ ഏറ്റവും നനപ്പില്ലാതെ റീച്ചിന് വേണ്ടി ഇതുപോലെ ഹിന്ദുക്കളെ തോൾക്ക് കയറി എന്തെങ്കിലും പുലമ്പി വട്ട് പിടിച്ച ആൾക്കാരെ പോലെ നടക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് എന്റേതായ ജോലിയുണ്ട്. മനസ്സിലായ ശരണ്യ? മനസ്സിലല്ലേ? ചേട്ടൻ്റെതായിട്ടുള്ള മാമൻ്റെ ജോലിയുണ്ട്. ശരണ്യെ പോലെ ലോകം ചുറ്റാറില്ല. അതൊക്കെ തന്നെയാണ് ചേട്ടാ പ്രശ്നം. ശരണ്യെ പോലെ ലോകം ചുറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ തലച്ചോറൊക്കെ ഒന്ന് വ്യക്തമാവും, ചാണകമൊക്കെ ഒന്ന് മാറിക്കിട്ടും, ഒരല്പം വെളിച്ചം കയറും. അപ്പം മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. ഇതുവരെയായിട്ടും ശരണ്യ പറഞ്ഞ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഉത്തരേന്ത്യത്തെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം പോലും ഇല്ലേ എന്നാണ് ചോദ്യം. ഉത്തരം പറയൂ ചേട്ടാ. ഇനിയും ഉണ്ട്. ഞാൻ ഓരോ വീഡിയോ ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അടുത്തത് കണ്ടോളൂ. ഈ BJP ലോകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാണക ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റണമെന്നില്ല ചേട്ടാ. ഇതിന്റെ താഴെ ഞാൻ രണ്ട് വീഡിയോസും കൂടെ ചേർക്കട്ടെ, നിങ്ങൾ കണ്ടുനോക്കൂ. ഒന്ന്, ഡസ്റ്റ്ബിന്നില് ദൈവമാണെന്ന് കരുതിയിട്ട് ആരൊക്കെ 2 ഫ്ലവേഴ്സ് ഉപേക്ഷിച്ചത് കണ്ടിട്ട് നോർത്തിലെ കുറെ ആൾക്കാർ അവിടെ വീണ്ടും പൂക്കൾ കൊണ്ടിട്ടിട്ട് ആരാധിക്കുന്ന ഒരു വീഡിയോ ആണ്. രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയും പോലെ വെള്ളത്തിൽ പാലൊഴിച്ച് കളിക്കുവാണ്, അതും തുണി ഉടുക്കാത്ത ഒരു സ്വാമി. നിങ്ങളുടെ ഈ BJP ലോകത്ത് ചാണക ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ രണ്ടിന്റെ ഇടയിൽ നീ ജീവിക്കുന്നത് ഏറ്റവും വലിയ കക്കൂസ് കുഴിയിലല്ലേ ജീവിക്കുന്നത്. നീ നിന്റെ കുടുംബവും അച്ഛനും അമ്മയൊക്കെ നിനക്ക്. ഇവിടെ ശരീരം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്താണ്? 2 കാര്യങ്ങളാണ്. നിങ്ങൾ ചാണകക്കുഴിയിലാണ്. ആ ചാണകക്കുഴിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഏതോ സ്ഥലത്ത് ഡസ്റ്റ്ബിൻ ഉണ്ട്, വേസ്റ്റ് ഇടുന്ന പാത്രം. അതിലേക്ക് ആരോ പൂക്കൾ എറിഞ്ഞു. അത് കണ്ടോണ്ടിട്ട് അവിടെയുള്ള ആളുകൾ മുഴുവൻ ആ ഡസ്റ്റ്ബിൻ എന്തോ ഒരു ദൈവത്തിന്റെ പ്രതിമയെന്ന് വിചാരിച്ചിട്ട് അതിന് മുമ്പിൽ പോയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥലത്ത് ഗംഗാ നദിയിലേക്ക് ഒരു കുടം പാലങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പൊ ശരണ്യൊക്കെ ചോദിക്കുന്നത് ആ പാൽ ആ സമീപപ്രദേശത്തുള്ള ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു നേരത്തെ ഒരു അല്പം പോഷകമൂല്യമുള്ള ഒരു ഭക്ഷണം, ഒരു വെള്ളം കിട്ടില്ലേ എന്നൊക്കെ ശരണ്യ ചോദിക്കുന്നത്. അതിന് ഉത്തരമായിട്ട് ചേട്ടൻ പറയുന്ന പച്ചത്തെറിയാണെന്നേ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. നീ ചാണക ലോകത്തൊന്നും ജീവിക്കല്ലേ. നീ അതിനെക്കാട്ടി താഴെത്തട്ടിലാണ് ജീവിക്കുന്നത്, കക്കൂസ് കുഴിയിൽ. അവിടെ നിന്നല്ലേ എഴിച്ചു വന്ന് പല്ലി പോലും തേക്കാതെ വന്നിരുന്ന ഇമാതിരി പുലമ്പുന്നത്. വീണ്ടും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇനിയും പറയുന്നത് കേട്ടില്ലേ? അവിടെ പൂക്കൾ കൊണ്ടുവന്ന്, അമ്പലത്തിലെ പൂക്കൾ കൊണ്ടുവന്ന് ഉപയോഗം കഴിഞ്ഞ് കൊണ്ടുവന്ന് കൂട്ടിയിടുന്നു. അവിടെയുള്ള രീതിയിൽ അവിടുത്തെ ആൾക്കാർ ഈ പൂവൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കാം. ഉടനെ അവിടുത്തെ ഒരു കുറ്റിയിൽ നമ്മളെ ഹിന്ദു വിശ്വാസികൾ അവിടെ ആരാധന നടത്തുന്നു എന്നാണ് ഇവള് പറയുന്നത്. അതെ, നാളെ തൊട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവരുടെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയി അവളെ അച്ഛനെയും അമ്മയും പിടിച്ച് ഫ്രണ്ടിൽ നിർത്തി ഇവളെ നടുക്ക് വരുത്തിയിട്ട് കിടക്കുന്ന പൂവെല്ലാം കൂടെ ഇവിടെ തലയിലങ്ങ് പൂജിക്കും. കാരണം ഇവരെ നെഞ്ചത്ത് കയറി പൂജിക്കുന്നത് പോലെയല്ലേ ഇവരെ വീട്ടിലെ ഇവളെ അമ്മയുടെ ഇവളെ നെഞ്ചത്തല്ലല്ലോ ഈ ഹിന്ദുക്കൾ ആരാധന നടത്തുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുക്കളിൽപ്പെട്ട ആളുകളാണ് ഞാനും ഈ ശരണ്യല്ല. ഞങ്ങൾക്കത് ഭയങ്കര മോശമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഒരു ഡസ്റ്റ്ബിന്നിനെ ആരാധിക്കുക. വേറൊരു വീഡിയോ കൂടി ഇറങ്ങിയിരുന്നു. അത് ഏതൊരു പോസ്റ്റാണ്, നമ്മുടെ കറണ്ടിന്റെ പോസ്റ്റ്. അതിന്റെ മേലെ ഏതോ ഒരാള് എന്തൊരു മാല വലിച്ചെറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ പോസ്റ്റിന് താഴെ കൊണ്ടുവന്നിട്ട് പാലൊഴിക്കുന്നു, കുറി തൊട്ട് കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വലം ചുറ്റുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസം പോട്ട്, ഈ അവബോധം, ഒരല്പം ബോധം, സ്വബോധം എന്ന് പറഞ്ഞത് 5 പൈസക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്നേ. ഇത് നമുക്ക് എത്ര പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? എത്ര പറഞ്ഞു കൊടുത്ത് ഇവറ്റകൾക്ക് തലയിൽ കയറും. ബൈ.